ഈ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹമാണ് കേട്ടോ, അത് അടിച്ചേൽപ്പിക്കലല്ല. സുവിശേഷം പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയല്ല. ഇത് വേറൊരാളിനെ അടിച്ചേൽപ്പിക്കുന്ന സംഭവമല്ല. ഇതൊരു സ്നേഹത്തിന്റെ കൈമാറ്റമാണ്, സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. ഗുഡ് ന്യൂസാണ്, നല്ല സന്ദേശമാണ്. നിരാശപ്പെട്ടിരിക്കുന്നവനും തകർന്നിരിക്കുന്നവനും ഒരു നല്ല വാർത്ത കേൾക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. അവന് പ്രത്യാശ ഉളവാക്കുന്ന ഒരു വാർത്ത കേൾക്കുകയാണ്. എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ചിരിക്കുന്നവനും അവൻ്റെ അകത്ത് അവൻ്റെ മനസ്സ് പിടഞ്ഞ് വികസിക്കുന്ന, അവൻ ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു സന്തോഷ വാർത്ത. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, ഏത് പ്രതിസന്ധിയിലും നിന്നെ കൈവിടാത്തൊരു യേശുവുണ്ട്, നിന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭയപ്പെടുത്തിയുള്ള സുവിശേഷീകരണമല്ല, ഭയപ്പെടുത്തിയല്ല. നിന്നെ ദൈവം അടിക്കും, നീ ഇത് സ്നാനപ്പെട്ടില്ലേ, നിന്നെ ദൈവം അടിക്കും ഇടിക്കും, ഇതൊന്നുമല്ല. ദൈവം നിങ്ങളെ ആരെ അടിക്കാനും ഇടിക്കാനും വരുന്നില്ല. സത്യത്തിൻ്റെ പ്രകാശനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്യുന്നവർക്ക് ന്യായവിധി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് അതിനെ അവഗണിക്കുന്നവർ അത് നല്ലതല്ലെന്ന് ബൈബിൾ പറയുന്നു. പക്ഷെ ഒരിക്കലും സുവിശേഷം അടിച്ചേൽപ്പിക്കലല്ല, എന്താ പറയുന്നേ, പേടിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ചെയ്യുന്നതല്ല. ചില ആളുകൾ പറയാറുണ്ട്, ഈവൻ കർത്താവിലേക്ക് ഇവർ കാശ് കൊടുത്ത് കൊണ്ടുവന്നതാ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് കൊണ്ടുവന്നതാ, അല്ലെങ്കിൽ പണം കൊടുത്താണ് അവർ സുവിശേഷം കേട്ടത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. ഇന്ന് വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങളും അങ്ങനെ ചെയ്യരുത്. കാരണം അതൊന്നും സുവിശേഷമല്ല, അതൊന്നും ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലുകളല്ല, അതൊന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികളല്ല. ഇതിനെ രക്ഷിക്കപ്പെട്ട കാര്യം ഒന്ന് പറയാമോ? എങ്ങനെയാണ് സുവിശേഷം കേട്ട് കർത്താവിലേക്ക് വന്നത്? ഞാൻ എൻ്റെ +1 പഠിക്കുന്ന സമയത്ത് പുനലൂർ ഒരു ബൈബിൾ കോളേജിൽ വെച്ച്, അവിടെ വെച്ച് ഇവാഞ്ചലിക്കൽ യൂണിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വെച്ച് അന്ന് ഞാൻ ഈ രക്ഷ എന്ന വാക്കും സ്നാനം എന്ന വാക്കുമൊക്കെ എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറഞ്ഞ് 2x2 സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ 2x2 സെഷന് തന്ന ആ വ്യക്തി, അത് ഒരു ദീപ എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു. അപ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് സുവിശേഷം, രക്ഷ എന്താണ്, അതിൻ്റെ ആ വചനം എന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ ക്രിസ്തുവിൻ്റെ ഒരു വലിയ സ്നേഹം. കാരണം അതുവരെ ഞാനൊരു സാമുദായിക സഭയിലാണ് കൂടി വന്നതെങ്കിലും ബൈബിളിലെ കാര്യങ്ങളൊക്കെ എനിക്ക് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു എന്നൊക്കെ ഒരു കഥ പോലെ എനിക്ക് അതെല്ലാം അറിയാമെങ്കിലും ആ സുവിശേഷം എന്നോട്, രക്ഷ എന്താണെന്ന് ആ സഹോദരി എന്നോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭയങ്കര ഫ്ലോ എന്നിലുണ്ടാകാൻ തുടങ്ങി. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാത്ത രീതിയിൽ ആ സ്നേഹം എന്നെ പിടിക്കുവാനും എൻ്റെ ജീവിതം രക്ഷകനായ കർത്താവിന് കൊടുക്കുവാനും ഇടയായി. ആ ഒരു ദിവസം ആ ദീപ എന്ന് പറയുന്ന സിസ്റ്ററിനെ ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയത്തില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല, പിന്നെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ആ ഒരു വ്യക്തി എന്നോട് സുവിശേഷം അറിയിക്കാൻ ലജ്ജിക്കായ കൊണ്ട് ഞാൻ എന്ന വ്യക്തിയുടെ രക്ഷ സാധ്യമായി.